ഒരു നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസിയിൽ പ്രധാനമായിട്ട് 4 സ്കാനിങ്ങുകളാണ് ഗൈനക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കാറ്. അതായത് ബ്ലീഡിങ്ങോ വളർച്ചക്കുറവോ വയറുവേദനയോ ഒന്നും ഇല്ലെങ്കിൽ പ്രധാനമായിട്ട് 4 സ്കാനിങ്ങുകളാണുള്ളത്. ആദ്യത്തെ സ്കാനിങ്ങിന് ഏർലി പ്രഗ്നൻസി സ്കാൻ അഥവാ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. 6 to 7 വീക്സിലാണ് ഇത് മെയിനായിട്ട് ചെയ്യാറ്. ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം യൂട്രസിനുള്ളിൽ തന്നെയാണോ ഗർഭം അഥവാ ട്യൂബലാണോ, ട്വിൻസ് ആണോ, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ടോ, കുഞ്ഞിന് ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ പ്രഗ്നൻസിയുടെ, ഇതൊക്കെയാണ് ഈ സ്കാനിങ്ങിൽ നോക്കുന്നത്. രണ്ടാമതായിട്ടുള്ള സ്കാനിങ് ആണ് NT സ്കാൻ അഥവാ 12 തൊട്ട് 14 ആഴ്ച വരെയുള്ള സ്കാനിങ്. ഇതൊരു വളരെ മേജറായിട്ടുള്ള സ്കാനാണ്. ഡൗൺ സിൻഡ്രോം പോലുള്ള എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളുടെ മാർക്കേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് ഈ സ്കാനിങ്ങിൽ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏർലി ആയിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നും നമുക്ക് ഈ സ്കാനിങ്ങിൽ തിരിച്ചറിയാം. മെയിനായിട്ട് ഈ സ്കാനിങ്ങിൽ നമ്മൾ NT അഥവാ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസിയാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പുറകുഭാഗത്തുള്ള ഫ്ലൂയിഡ് കളക്ഷൻ്റെ മെഷർമെൻറ്റ്. അതുപോലെ തന്നെ കുഞ്ഞിന് നെയ്സൽ ബോൺ അഥവാ മൂക്കിൻ്റെ എല്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ സെർവിക്സിൻ്റെ ലെങ്ത് നോക്കും, അതായത് ഗർഭാശയമുഖത്തിൻ്റെ നീളം. ഇതൊക്കെയാണ് ഈ സ്കാനിങ്ങിൽ നോക്കുന്നത്. അടുത്ത സ്കാൻ വരുന്നത് 5-ാം മാസത്തിലാണ് അഥവാ അനോമലി സ്കാൻ. കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം ഒരുമാതിരി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ, അതുപോലെ തന്നെ കൈകൾ, കാലുകൾ ഇവയ്ക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ഈ സ്കാനിങ്ങിൽ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെയുള്ളൊരു സ്കാൻ വരുന്നത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒരു 8 to 9 മന്ത്സിലാണ്. അത് ഗ്രോത്ത് സ്കാൻ എന്ന് പറയും. കുഞ്ഞിൻ്റെ വളർച്ച കറക്റ്റായിട്ട് മാസം തികഞ്ഞുള്ള വളർച്ചയുണ്ടോ, അതുപോലെ തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് അഥവാ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കറക്റ്റാണോ, കുഞ്ഞിനേക്കുള്ള ബ്ലഡ് ഫ്ലോ അഥവാ ഡോപ്ലർ നോർമലാണോ, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ, മറുപിള്ളയുടെ പൊസിഷൻ, ഇവയൊക്കെയാണ് ഈ സ്കാനിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാന സംശയം ഇത് സ്കാനിങ്ങിന് റേഡിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് അഥവാ വെറും ശബ്ദ തരംഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സ്റേയോ CTയോ പോലെയുള്ളവയുടെ റേഡിയേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞിനോ അമ്മയ്ക്കോ അതുമൂലം ഒരു ദൂഷ്യവും ഉണ്ടാകുന്നില്ല.